നിങ്ങളൊരു മാക്ബുക്ക് യൂസർ ആണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെച്ചേക്കുക. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ആവശ്യം വരും. കാരണം ഒരു മാക്ബുക്ക് യൂസറെ സംബന്ധിച്ചിടത്തോളം ആ മാക്ബുക്കിന് വരുന്ന ഏറ്റവും എക്സ്പെൻസീവ് സർവീസ് എന്ന് പറയുന്നത് അതിൻ്റെ ഡിസ്പ്ലേ പോകുക എന്നുള്ളതാണ്. അപ്പോൾ പുതിയ മോഡൽ മാക്ബുക്കുകളുടെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവാണ്, പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരുന്നതുമാണ്. കാരണം ചെറിയൊരു ഇമ്പാക്റ്റ് ഉണ്ടായാൽ പൊട്ടിപ്പോകും. അല്ലെന്നുണ്ടെങ്കിൽ ഈ ഡിസ്പ്ലേ കുറച്ച് നാൾ നമ്മൾ അടയ്ക്കുകയും തുറക്കുകയും ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ സ്ട്രിപ്പ് ബ്രേക്കായിട്ട് ഏതെങ്കിലും തരത്തിൽ അതിനകത്ത് കളർ ചേഞ്ചസ് അല്ലെന്നുണ്ടെങ്കിൽ ബ്ലാങ്ക് ആയി പോവുക, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ഇഷ്യൂസ് മാക്ബുക്കുകൾക്ക് ഉണ്ടാകാറുണ്ട്. പല ആൾക്കാരും നമ്മളെ വിളിച്ചിട്ട് പല മോഡൽ മാക്ബുക്കുകളുടെയും ഡിസ്പ്ലേ അവൈലബിൾ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞങ്ങളുടെ കയ്യിൽ 2010 തൊട്ട് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് M1, M2, M3 ഈ മോഡലുകളുടെ വരെ ഡിസ്പ്ലേ ഇവിടെ അവൈലബിൾ ആണ്. കാരണം ഞങ്ങൾ ഈ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ഏകദേശം 15 വർഷത്തോളമായി. എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ രണ്ട് മോഡലുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് M2 പ്രോയും ഒന്ന് M1 എയറുമാണ്. ഇത് രണ്ടും ഡിസ്പ്ലേ ബ്രോക്കൺ ആയിട്ട് ഞങ്ങളുടെ അടുത്ത് റിപ്പയറിന് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഈ രണ്ട് മോഡലുകളുടെയും ഡിസ്പ്ലേ കമ്പനിയിൽ റീപ്ലേസ് ചെയ്യുന്നത് ഈ ഫുൾ പോർഷൻ, ഈ ടോപ്പ് പോർഷൻ ഫുള്ളായിട്ടാണ് റീപ്ലേസ് ചെയ്യുന്നത്. അതിന് നല്ല ഒരു കോസ്റ്റ് വരുന്നുണ്ട് ഈ ടോപ്പ് പോർഷൻ ഫുള്ളായിട്ട് റീപ്ലേസ് ചെയ്യുന്നതിന്. അപ്പോൾ അങ്ങനെ അത്രയും വലിയ ഹ്യൂജ് എമൗണ്ട് നമുക്ക് ചിലവാക്കാതെ തന്നെ കുറഞ്ഞ റേറ്റിൽ ശരിയാക്കാൻ താല്പര്യമുള്ളവർക്ക് LCD മാത്രം മാറിയിട്ട് നമുക്കിത് റെഡിയാക്കാവുന്നതാണ്. ഇതിൻ്റെ LCD മാത്രം മാറി ഇത് റെഡിയാക്കാവുന്നതാണ്. M സീരീസിൻ്റെ എല്ലാ മോഡലുകളുടെയും 13 ഇഞ്ച് പ്രോയ്, 13 ഇഞ്ച് എയർ, അതേപോലെ 14 ഇഞ്ച്, 15 ഇഞ്ച് എല്ലാ മോഡലുകളുടെയും, 16 ഇഞ്ച് എല്ലാ മോഡലുകളുടെയും ഡിസ്പ്ലേ സംബന്ധമായിട്ട് എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള കുറഞ്ഞ റേറ്റിലുള്ള സൊല്യൂഷൻ ആപ്പിൾട്രോണിക്സിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഈ LCD പാനൽ മാത്രമായിട്ട് മാറി ഇത് റിപ്പയർ ചെയ്തിട്ടുള്ളതാണ്. ഇങ്ങനെ LCD മാത്രമായിട്ട് മാറി ഇത് റിപ്പയർ ചെയ്യുമ്പോഴുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ട്രൂ ടോൺ ഫംഗ്ഷന്, അതേപോലെ ഡയഗ്നോസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എററുകൾ, ഇങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളും ഇതിലുണ്ടാവില്ല. ഇതിനകത്ത് ഡിസ്പ്ലേ മാറിയെന്ന് അറിയുക പോലും ചെയ്യാത്ത രീതിയിൽ നമുക്ക് LCD മാറി അതേ ക്വാളിറ്റിയിൽ അതേ റെസൊല്യൂഷനിൽ കുറഞ്ഞ റേറ്റിൽ ചെയ്തെടുക്കാവുന്നതാണ്. പല ആൾക്കാരും ദൂരെ നിന്ന് വിളിച്ചിട്ട് കൊറിയർ സർവീസ്, കൊറിയർ അയച്ചു കഴിഞ്ഞാൽ റിപ്പയർ ചെയ്യുമോ, റിപ്പയർ ചെയ്ത് തിരിച്ചയച്ചു തരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ കൂടെ ധാരാളം കസ്റ്റമേഴ്സ് കൊറിയറിൽ പ്രൊഡക്റ്റ് ഇവിടെ അയച്ചു തരാറുണ്ട്. അവർക്കെല്ലാം ഞങ്ങൾ റിപ്പയർ ചെയ്ത് തിരിച്ച് സേഫായിട്ട് പാക്ക് ചെയ്ത് അയച്ചു കൊടുക്കാറുണ്ട്. ഇതെല്ലാം കസ്റ്റമേഴ്സിന് കൊറിയർ പാക്ക് ചെയ്ത് അയച്ചു കൊടുത്തതിൻ്റെ സ്ലിപ്പാണ്. അപ്പം ഇന്ത്യയിൽ നിന്ന് എവിടുന്ന് വേണമെന്നുണ്ടെങ്കിലും അയച്ചു തന്നു കഴിഞ്ഞാൽ ഞങ്ങളിവിടെ റിപ്പയർ ചെയ്ത് സേഫായിട്ട് അവർക്ക് തിരിച്ച് അയച്ചു കൊടുക്കുന്നതായിരിക്കും. ദൂരെ നിന്ന് പലരും വിളിച്ച് ചോദിച്ചിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അന്നേ ദിവസം തന്നെ റിപ്പയർ ചെയ്ത് തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. സെയിം ഡേയിൽ തന്നെ അപ്പോയിൻമെൻറ്റ് എടുത്ത് വരുന്നവർക്ക് സെയിം ഡേയിൽ തന്നെ രാവിലെ ഡിവൈസ് കൊണ്ടുവന്നാൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് LCD മാറി ക്ലിയർ ചെയ്ത് ഞങ്ങളിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ ഈ വീഡിയോ സേവ് ചെയ്ത് വെക്കുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്